ജമിയത്തുൽ തീരുമാനം അത് ഭയങ്കര തെറ്റായിപ്പോയി എന്നാണല്ലോ പറയുന്നത്. ഞാൻ ഒന്നിച്ച് കേൾപ്പിക്കാം. വിഷയങ്ങളിലൊക്കെ കൃത്യമായി നോക്കിയാൽ KJUവിന്റെ ഇത് മദനി ഇവിടെ വായിച്ചു. അതിപ്പോ വായിച്ചതുകൊണ്ട് എല്ലാവർക്കും ഞാനിത് പറയുന്നത് ISML, MSML, MGM ഒക്കെ കൗൺസിലർമാരായ ആളുകൾ ഇതിനെപ്പറ്റി അത്രയധികം ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ചവരുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഇല്ലാത്തവരുണ്ടാകും. ഈ വായിച്ചുകൊണ്ട് മാത്രം മനസ്സിലായിക്കണമെന്നില്ല. പക്ഷെ ആ സർക്കുലർ നമ്മളെന്ത് പഠിച്ചു നോക്കും. എന്നിട്ട് നമ്മൾ ഖുർആൻ ഹദീസ് എടുത്ത് പഠിച്ചു നോക്കൂ. ഒരിക്കലും ഒരു ഹദീസ് നിഷേധിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ആ സർക്കുലർ നമ്മളെന്ത് പഠിച്ചു നോക്കൂ. എന്നിട്ട് നമ്മൾ ഖുർആൻ ഹദീസ് എടുത്ത് പഠിച്ചു നോക്കൂ. ഒരിക്കലും ഒരു ഹദീസ് നിഷേധിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിന്റെ ഇടയിലൊക്കെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കിടന്ന് തിരിഞ്ഞു പറഞ്ഞ് ഒരു വിവരവുമില്ലാതെ ജഹലിൽ തിരിഞ്ഞു പറയുന്ന ആളുകളുണ്ട് എന്നതും നമ്മൾ തിരിച്ചറിയണം. അപ്പോ ആരും ഒരു ഹദീസോ അല്ലെങ്കിൽ അതൊന്നും ജമിയത്തുൽ ഉലമയോ ഈ വിഷയത്തിൽ നിഷേധിക്കുവാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് വിജനപ്രദേശത്തോ സ്വജനപ്രദേശത്തോ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല. അത് ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ്. ഇത് ഇന്ന് പറയാൻ CP സലീമിന് ധൈര്യമുണ്ടോ? ഇന്ന് ഇതുപോലെ കൈയൊക്കെ പൊക്കി ആവേശത്തിൽ ശിർക്കാണ്, ശിർക്കാണ്, വിജനപ്രദേശത്തോ സജനപ്രദേശത്തോ അങ്ങനെ സഹായം തേടിയാൽ ശിർക്കാണ് എന്ന് ഇന്ന് പറയാൻ ധൈര്യമുണ്ടോ? തീർന്നില്ല. അടുത്ത നോക്കൂ. എന്നാൽ ചെറിയ മുണ്ടം വിവാദത്തിന് തിരികൊളുത്തിയ ചെറിയ മുണ്ടം ഇപ്പോഴും ആ പ്രസിദ്ധീകരണവും രൂപവും അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിന്റെ പണ്ഡിത സംഘം കൃത്യമായി കൂടുകയും എന്നിട്ട് അത് ശിർക്കാകുന്നു എന്ന് പറയുകയും ആ കാര്യം സമൂഹത്തെ അറിയിക്കുകയും ഇബ്നുബാസിന്റെ ഫത്വയടക്കം ജനങ്ങളെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ അതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചു ആര്? ജമിയത്തുൽ ഉലമ. ഇപ്പൊ പറയണതോ ജമിയത്തുൽ ഉലമയുടെ നിലപാട് തെറ്റാണ്. ജമിയത്തുൽ ഉലമയുടെ നിലപാട് തെറ്റാണ്. തെറ്റാണെന്ന് മാത്രമല്ല, അബ്ദുൽ മലിക് സലഫി അയാളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് ജമിയത്തുൽ ഉലമയുടെ ഈ തീരുമാനമുണ്ടല്ലോ, ഈ തീരുമാനത്തിലെ ഒരു വരി മാത്രമല്ല, ഇത് മുഴുവൻ വിശുദ്ധ ഖുർആനിനെതിരാണ്, വിശുദ്ധ ഖുർആനിനെതിരാണ് എന്ന് എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അബ്ദുൽ മലിക് സലഫി. CP സലീം എന്ന് പറഞ്ഞതോ ജമിയത്തുൽ ഉലമയുടെ തീരുമാനം ശരി ഒരിക്കലല്ല. ഇനിയും പറയുന്നത് കേട്ടോളൂ. അതിന്റെ കയ്യിൽ ആദർശമുണ്ട്, അതിന്റെ കയ്യിൽ പ്രമാണമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതേത് വിഷയങ്ങൾ വന്നാലും വളരെ കൃത്യമായി നിലപാടുകൾ. ഇപ്പൊ വിഷയങ്ങൾ ഒന്നും കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി വ്യക്തമായി പറഞ്ഞു, വളരെ കൃത്യമായി പറഞ്ഞു. ജിന്നിനോട് തേടുന്നത് ഹറാമാണ്, ഷിർക്കാണ് എന്ന് വളരെ കൃത്യമായി ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ജമിയത്തുൽ ഉലമ വളരെ കൃത്യമായി പറഞ്ഞു. മുഹൈദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ് ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ ഷിർക്കാണ്, ഷിർക്കാണ്, ഷിർക്കാണ്. എന്താ കൈവീശലൊക്കെ! നോക്കുങ്ങള് എത്ര ആത്മവിശ്വാസത്തോടെയാ! എന്തുകൊണ്ടാണ് CP സലീമിന് ആ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിഞ്ഞത്? ഞങ്ങൾ പറയുന്നു കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന അത് പ്രഖ്യാപിച്ചു എന്നതാണ് ധൈര്യം. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. അദ്ദേഹത്തിന് മതപരമായി എന്ത് വിവരമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം കിതാബ് വായിച്ച് മനസ്സിലാക്കിയിട്ടല്ല ഈ പറയുന്നത്. പിന്നെയോ അദ്ദേഹത്തിന്റെ ഈ ധൈര്യം കേരള ജമിയത്തുൽ ഉലമ നൽകിയ ധൈര്യമാണ്. ഇത് CP സലീം. ഇനി താജുദ്ദീൻ സലാഹി പറയുന്നത് കേട്ടോളൂ. മുജാഹിദുകൾക്ക് അതിൽ തർക്കല്ല. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന കേരള ജമിയത്തുൽ ഉലമ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളുണ്ട്. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന കേരള ജമിയത്തുൽ ഉലമ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളുണ്ട്. ആ നിലപാട് മാറിയതാണ് പ്രശ്നം. ആ നിലപാട് മാറിയതാണ് പ്രശ്നം. ജമിയത്തുൽ ഉലമയുടെ തീരുമാനം തെറ്റാണോ? ജമിയത്തുൽ ഉലമയുടെ തീരുമാനം ഖുർആനിനെതിരാണോ? ഇനി അത് എതിരല്ല എന്ന് ആദ്യം പറഞ്ഞതാരാ? കേട്ടോളൂ നിങ്ങൾ. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. എന്നിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോ ഞാൻ ഒപ്പിട്ടെടുത്ത് എന്താ ഉള്ളത് അറിയോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ ജിന്നിനോട് അതിന്റെ കൈവിൽപ്പെട്ട് ചോദിക്കുന്ന ശിർക്കും ഹറാമുമാണ്. അതിൽ തെറ്റില്ല. ജമിയത്തുൽ ഉലമയുടെ ഈ തീരുമാനത്തിൽ തെറ്റില്ല. ആരാ പറയുന്നത്? സക്കരിയ സലാഹി പറയുന്നു ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിൽ തെറ്റില്ല. ആ സക്കരിയ സലാഹി ഉപയോഗിച്ചുകൊണ്ട് സംഘടന ഉണ്ടാക്കി, അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കി. കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നു ജമിയത്തുൽ ഉലമയുടെ തീരുമാനം തെറ്റാണ്. CP സലീം തെറ്റല്ലെന്ന് പറഞ്ഞ, സക്കരിയ സലാഹി തെറ്റല്ലെന്ന് പറഞ്ഞ,
താജുദ്ദീൻ സലാഹി അതിനപ്പുറം വേറൊരു നിലപാട് വേണ്ടെന്ന് പറഞ്ഞ ആ നിലപാടിലേക്ക് തിരിച്ചു വരണം എന്നു മാത്രമേ മുജാഹിദുകൾക്ക് ഈ ജിന്നുവാദം തലയിൽ കയറിയ ആളുകളോട് പറയുവാനുള്ളൂ.